ഇസ്രായേലിന് നേരെ ആക്രമണം തുടരുകയാണ് ഹൂതികൾ. വെള്ളിയാഴ്ച യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ തെക്കൻ ഇസ്രായേലിന് മുകളിൽ വെച്ച് തടഞ്ഞിരുന്നു. തുടർന്നും ഹൂതികൾ ആക്രമണവുമായി മുന്നോട്ടു പോയി. രാത്രിയിൽ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഹൂതികൾ നടത്തി. മിസൈൽ ആകാശത്ത് വെച്ച് പിളർന്നു. ഇതോടെ ഇസ്രായേൽ വ്യോമപ്രതിരോധം ഒന്നിലധികം ഇൻ്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് വെടിവയ്ക്കാൻ നിർബന്ധിതരായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പല പ്രദേശങ്ങളിലും മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണു. ഇതോടെ മധ്യ ഇസ്രായേലിലുടനീളം സൈറനുകൾ മുഴങ്ങി. എന്നാൽ ആർക്കും പരിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ പ്രതിരോധത്തെ മറികടന്നുവെന്നും ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടെന്നും ഹൂതി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി പിന്നീട് പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഷെൽട്ടറുകളിലേക്ക് പലായനം ചെയ്തതായും ടെൽ അവീവിലെയും അഷ്കലോണിലെയും സൈനിക ലക്ഷ്യങ്ങളിലേക്ക് ഡ്രോണുകൾ വെടിവെച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ ഇസ്രായേൽ തള്ളി. ഗാസയുടെ സർവനാശമാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇസ്രായേൽ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഗാസയിൽ വെടിനിർത്തൽ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ഈജിപ്തും ഖത്തറും അമേരിക്കയും മധ്യസ്ഥ വഹിക്കുന്ന ചർച്ചയിൽ മുന്നോട്ട് വെച്ച കരാർ ഹമാസ് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇസ്രായേൽ അതിനോട് അനുകൂല സമീപനമല്ല സ്വീകരിച്ചത്. പിന്നാലെ തങ്ങളുടെ വരുതിക്ക് വന്നില്ലെങ്കിൽ സകലതും നശിപ്പിച്ചു കളയുമെന്ന ഭീഷണിയാണ് ഇസ്രായേൽ മുഴക്കിയിരിക്കുന്നത്. ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കണം. അതിന് ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗാസ നഗരം നശിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ ഭീഷണി. ഗാസ പിടിച്ചെടുക്കാനുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചുവെന്ന അറിയിപ്പ് വന്നിരുന്നു. പിന്നാലെയാണ് പുതിയ ഭീഷണികളുമായി നേതാക്കൾ എത്തിയത്. ഗാസ നഗരത്തെ നരകമാക്കി മാറ്റുമെന്നാണ് കാറ്റ്സ് പറയുന്നത്. റഫയുടെയും ബെയ്ത്ത് ഹാനൂനിൻ്റെയും വിധിയായിരിക്കും ഗാസ നഗരത്തിനുമെന്നാണ് കാറ്റ്സിൻ്റെ മുന്നറിയിപ്പ്. മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമാകില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. അതേസമയം ഹമാസ് പറയുന്നത് ഘടകവിരുദ്ധമായ കാര്യമാണ്. സമ്പൂർണ്ണ യുദ്ധവിരാമം ഉണ്ടായാൽ മാത്രമേ മുഴുവൻ ബന്ദികളെയും കൈമാറൂ എന്നാണ് ഹമാസിൻ്റെ നിലപാട്. നിലവിൽ ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരാർ ഇങ്ങനെയാണ്: 16 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തൽ. ബന്ദികളിൽ പകുതി പേരെയും കുറച്ച് ഫലസ്തീൻ തടവുകാരെയും വെടിനിർത്തലിനിടെ മോചിപ്പിക്കും. ഒപ്പം ഗാസയിലേക്കുള്ള സഹായ വിതരണം കൂടുതലായി അനുവദിക്കുകയും ചെയ്യും. ഇതാണ് കരാർ. അന്താരാഷ്ട്ര തലത്തിലും ആഭ്യന്തര തലത്തിലും എതിർപ്പുകൾ വ്യാപകമാണ്. എന്നിട്ടും ഗാസ നഗരത്തിൽ വൻതോതിലുള്ള ആക്രമണ പദ്ധതി നടപ്പാക്കാൻ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പിന്നാലെയാണ് ഇസ്രായേൽ കാറ്റ്സ് ഭീഷണിയുമായി എത്തിയത്. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കാറ്റ്സിൻ്റെതിന് സമാനമായ പ്രസ്താവന നടത്തിയിരുന്നു. ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ ഇല്ല എന്നുമാണ് നെതന്യാഹുവിൻ്റെയും നിലപാട്.